ഉൽപ്പത്തി അധ്യായം 7. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളേണം. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം 2 ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസ്സിൻ്റെ 600 സംവത്സരത്തിൽ 2 മാസം 17 തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്ന് തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവൻ്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തെഴയുന്ന അതത് തരം ഇഴജാതിയും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ്വ ജഡത്തിൽ നിന്നും 2 നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വ ജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിലടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തെഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. അധ്യായം 8. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7 മാസം 17 തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10 മാസം 1 തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവൻ ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു. അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തു വിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു.
പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. 601 സംവത്സരം 1 മാസം 1 തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. 2 മാസം 27 തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ദൈവം നോഹയോട് അരുളി ചെയ്തത്: നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. പറവകളും മൃഗങ്ങളും നിലത്തെഴിയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്നിറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്: ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. അധ്യായം 9. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരം ആയിരിക്കട്ടെ. പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും. അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും. ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകുവിൻ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്: ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്: ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെ ഉള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫെത്തും ആയിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി.
അവൻ അതിലെ വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ടു വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. ശേമും യാഫെത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ടു വിമുഖരായി ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും എന്ന് പറഞ്ഞു. ശേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫെത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്നും അവൻ പറഞ്ഞു. ജലപ്രളയത്തിൻ്റെ ശേഷം നോഹ 350 സംവത്സരം ജീവിച്ചിരുന്നു. നോഹയുടെ ആയുഷ്കാലം ആകെ 950 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അധ്യായം 10. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫെത്ത് എന്നവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിൻ്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമരിൻ്റെ പുത്രന്മാർ അസ്കനാസ്, രീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീശ, തർശീഷ്, കിത്തീം, ദോദാനീം. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു. ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തേക്ക. രമയുടെ പുത്രന്മാർ ശെബയും ദദാനും. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടു വീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്തു നിന്ന് അശൂർ പുറപ്പെട്ട് നിനവേ, രഹോബത്ത് പട്ടണം, കാലഹ്, നിനവേയ്ക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേസൻ എന്നിവ പണിതു. മിസ്രയീമോ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്ന് ഫെലിസ്തീർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്യൻ, സീന്യൻ, അർവാദ്യൻ, സെമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസ വരെയും സൊദോമും ഗൊമേറയും ആദ്മയും സെബോയീമും വഴിയായി ലാശ വരെയും ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. ഏബരിൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിൻ്റെ ജ്യേഷ്ഠനുമായ ശേമിനും പുത്രന്മാർ ജനിച്ചു. ശേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം. അരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേഥർ, മഷ്. അർപ്പക്ഷാദ് ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹ് ഏബരിനെ ജനിപ്പിച്ചു. ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്ന പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ഷാലിഫ്, ഹസർമാവെത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമേയേൽ, ഷെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവർ എല്ലാവരും യൊക്താൻ്റെ പുത്രന്മാർ ആയിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു.
ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ശേമിൻ്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. അധ്യായം 11. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകിയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. ശേമിൻ്റെ വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ശേം 500 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു. ശാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശാലഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബെരിനെ ജനിപ്പിച്ചു. ഏബെരിനെ ജനിപ്പിച്ച ശേഷം ശാലഹ് 403 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏബെരിന് 34 വയസ്സായപ്പോൾ അവൻ പേലെഗിനെ ജനിപ്പിച്ചു. പേലെഗിനെ ജനിപ്പിച്ച ശേഷം ഏബർ 430 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പേലെഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. രയൂവിനെ ജനിപ്പിച്ച ശേഷം പേലെഗ് 209 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ശെരൂഗിനെ ജനിപ്പിച്ചു. ശെരൂഗിനെ ജനിപ്പിച്ച ശേഷം രയൂ 207 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശെരൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു. നാഹോരിനെ ജനിപ്പിച്ച ശേഷം ശെരൂഗ് 200 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. നാഹോരിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ 119 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. തേരഹിൻ്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാൻ്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു. അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരഹ് തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായി മരുമകളായ സറായിയെയും കൂട്ടി കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു.
അവർ ഹാരാൻ വരെ വന്നു അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അധ്യായം 12. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻമോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രയീമിൽ ചെന്നു പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രയീമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രാം മിസ്രയീമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രയീമ്യർ കണ്ടു. ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു. അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ഈ ചെയ്തത് എന്ത്? അവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? അവൾ എൻ്റെ സഹോദരിയെന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നു പോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടു പോക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു.